അപ്പോൾ നമ്മുടെ മൈൻക്രാഫ്റ്റിലെ പാർട്ട് 4 ആണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അതായത് നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ഇന്നത്തേക്ക് 4 ദിവസമായിട്ടുള്ളൂ ഞാനും ദാസനും. അപ്പോൾ ബിഗിനർ ലെവലിൽ നിന്ന് പ്രോ ലെവലിലേക്കാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. അതായത് നമ്മൾ പറഞ്ഞായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു വീട് ഇവിടെ പണിയുമെന്ന്. അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ഇന്നൊരു വീട് ഇവിടെ പണിതിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നതാണ് നമ്മുടെ വീടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്ര ലുക്കൊന്നും ആയിട്ടുണ്ടാവില്ല, എന്നാലും നമ്മൾ തുടങ്ങിയിട്ടില്ലല്ലോ ഗൈസ്. അതുകൊണ്ട് ഒരു സിമ്പിളല്ല എന്നാലും അത്യാവശ്യം ഒരു വീട്, അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതൊരു താൽക്കാലികമായിട്ടുള്ളൊരു വീടാണ്. പക്ഷെ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു വീട് പണിയുന്നതായിരിക്കും, ഒരു കൊട്ടാരം പോലത്തെ. അതിപ്പോൾ എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മുടെയൊക്കെ വേണ്ട സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ അടിയിലും ബാക്ക്ഗ്രൗണ്ട് പോലെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് കുറച്ച് അടിയിലും കൂടി ഒരു ബേസ് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ചെറിയ റൂമിൽ നമ്മുടെ തട്ടിക്കോട്ട് ഓരോ സാധനങ്ങളൊക്കെ വെക്കാനായിട്ടുള്ള ചെസ്റ്റും കാലൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതായത് നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ പണിയാനായിട്ടില്ലേ, അതിവിടെ വെക്കാൻ വേണ്ടി നമ്മളിവിടെ സെറ്റ് ആക്കി. ഇനി നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ റോബോട്ട് പണിയാൻ പോകണം. അതായത് നമ്മളൊരു ചെസ്റ്റിലേക്ക് ഒരു സാധനമായിട്ട് ഇനി റോബോട്ടൊക്കെ പറക്കിയിട്ട് അതായത് ചെസ്റ്റിൽ കൊണ്ടുപോയി വെക്കുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടത് നമുക്ക് പംകിനും കത്തിരിക്കും, പിന്നെ നമ്മുടെ കോപ്പറാണ്. അപ്പോൾ പംകിൻ അതേപോലെ കത്തിരി കൊണ്ട് വെട്ടിയെടുത്തിട്ട് ആ പംകിൻ നമ്മൾ വെട്ടിയെടുക്കും. ഇനി നമുക്ക് വേണ്ടത് കോപ്പർ ഉണ്ടാക്കിയൊരു ബോക്സാണ്. അതിൻ്റെ മേലേക്ക് ഇതുപോലെ പംകിൻ വെട്ടിയെടുത്ത സാധനത്തിന് മുകളിൽ ഇട്ടതിന് നമുക്ക് റോബോട്ടോടെ ഉണ്ടാക്കി കിട്ടുന്നതായിരിക്കും. കണ്ട കൈസ് ഇതേപോലത്തെ ഒരു സംഭവം നമുക്കും കിട്ടുന്നതായിരിക്കും. ഇതിനെ വെച്ചിട്ടാണ് നമ്മൾ പണിയെടുപ്പിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ വീട്ടിലൊരാളൊക്കെ ഉണ്ടാവില്ല. ഇത് തുരുമ്പടിക്കുകയും ചെയ്യും. തുരുമ്പടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളാണെങ്കിൽ ഇതിനെ മറ്റേ നമ്മുടെ ഹണിയിൽ, അതായത് തേനും കൂടി അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമ്മളാണെങ്കിൽ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോക്ക് ലൈക്ക് അടിക്കുക. പിന്നെ നിങ്ങൾക്ക് വല്ല ഐഡിയാസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട, നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും.